ഭൂഗർഭജലത്തിന്റെ അമിതമായ ഉപയോഗം ഭൂമിയുടെ സന്തുലിതാവസ്ഥയിലും ഭ്രമണത്തിലും മാറ്റം വരുത്തുന്നതായി മുന്നറിയിപ്പ്. ഭൂഗർഭജല തോതിലെ കുറവ് കാരണം ഭൂമിയുടെ അച്ചുതണ്ട് വെറും 17 വർഷം കൊണ്ട് ഏകദേശം 80 സെന്റിമീറ്റർ കിഴക്കോട്ട് ചെരിഞ്ഞതായാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് വലിയ ഭൂകമ്പങ്ങൾ കാരണമോ ചിഹ്നഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചോ സൂര്യനിലുണ്ടായ എന്തെങ്കിലും വ്യതിയാനം കാരണമോ അല്ല. ടൺ കണക്കിന് ഭൂഗർഭജലം മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി വലിച്ചെടുത്തതിനാലാണ് ഭൂമിയുടെ അച്ചുതണ്ടിൽ ഈ മാറ്റം ഉണ്ടായതെന്നാണ് സോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ജിയോഫിസിസ്റ്റായ കീവോൺ സിയോയുടെ നേതൃത്വത്തിലുള്ള പഠന സംഘത്തിന്റെ കണ്ടെത്തൽ. ഭൂഗർഭജലത്തിന്റെ ചലനവും വിതരണവും ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായി സിയോ വ്യക്തമാക്കി. സമുദ്രനിരപ്പ് 0.24 ഇഞ്ച് ഉയർത്താൻ തക്ക കാരണമായ 2150 ഗിഗാടൺ ഭൂഗർഭജലം 1993-നും 2010-നും ഇടയിൽ മനുഷ്യൻ മണ്ണിൽ നിന്നെടുത്ത് പുനരുപയോഗം ചെയ്തതായാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. ഈ ഭൂഗർഭജല ഉപയോഗമാണ് ഭൂമിയുടെ അച്ചുതണ്ടിൽ 2 പതിറ്റാണ്ടിനിടെ 31-ലധികം ഇഞ്ചിന്റെ ചരിവ് സൃഷ്ടിച്ചത്. ഭൂമിയുടെ അച്ചുതണ്ടിലുണ്ടായ മാറ്റം സമുദ്രജലത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിന് കാരണമായി. എന്നാൽ ഭൂമിയുടെ അച്ചുതണ്ടിലെ സമീപകാല ചരിവ് വിവിധ കാലാവസ്ഥാ സീസണുകളെ ഉടനടി തച്ചുടച്ച് മാറ്റിയെങ്കിലും ഭാവിയിൽ ആഗോള കാലാവസ്ഥാ രീതികളെ സ്വാധീനിച്ചേക്കാം എന്നാണ് നിഗമനം. ഭൂഗർഭജല ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുമുണ്ട് എന്നത് ഭൂഗർഭജല ഉപയോഗത്തിൽ സുസ്ഥിരപാത രാജ്യം പിന്തുടരേണ്ടതുണ്ട് എന്നതിന്റെ സൂചനയാണ്. കാർഷിക ആവശ്യങ്ങൾക്കടക്കമാണ് ഭൂഗർഭജലത്തെ മനുഷ്യൻ കൂടുതലായി ആശ്രയിക്കുന്നത്.